ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലുള്ള എന്തും നമുക്ക് വായിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇംഗ്ലീഷിലെ എന്ത് തന്നെ ആണെങ്കിലും അതൊക്കെ നമുക്ക് ഒറ്റ ക്ലിക്കിൽ നമുക്ക് മലയാളത്തിലേക്ക് ആക്കാൻ പറ്റുന്നതാണ്. അതിനെ നമ്മളിപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേറെ സ്ഥലത്ത് പോയി ട്രാൻസ്ലേറ്റ് ചെയ്യുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഒരു സ്ഥലത്ത് ഒറ്റ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആ ഇംഗ്ലീഷിലുള്ളതൊക്കെ നമുക്ക് മലയാളത്തിൽ വായിക്കാൻ പറ്റുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ആദ്യം ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം ഗെറ്റ് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. ഒരു ട്രൈ ഫ്രീ എന്നാണ് സാധ്യം, അത് ക്ലിക്ക് ചെയ്യുക. മുകളിലായിട്ട് തെറ്റായി കാണാൻ സാധ്യത, അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കാണാൻ സാധിക്കും. ഇതിൻ്റെ പെർമിഷനൊക്കെ എന്ത് ചെയ്യുന്നു അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ മുകളിലായിട്ട് ഇംഗ്ലീഷ് എന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഇംഗ്ലീഷ് എന്ന് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏത് ഭാഷയിലേക്കാണ് ആക്കേണ്ടത് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷിലുള്ളത് മലയാളത്തിലേക്കാണ് ആക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഇംഗ്ലീഷ് എൻ്റെ വലത്ത് സൈഡിൽ ഇംഗ്ലീഷ് ആണ്, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെയായിട്ട് നമുക്ക് ഏത് ലാംഗ്വേജ് ആക്കേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്യുക. അവിടെ നമുക്ക് മലയാളത്തിലാണ് ആക്കേണ്ടത്. അപ്പോൾ ഞാൻ മലയാളം സെലക്ട് ചെയ്യാണ്. മലയാളം സെലക്ട് ചെയ്തു. ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇവിടെയായിട്ട് ഒരു ഓപ്പൺ ആക്കുന്നത് പോലുള്ള ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അതിലെന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും, ഡു നോട്ട് ഷോ അഗൈൻ എന്നാണ് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് നൗ എന്ന് കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് വരുന്നതാണ്. ഇതിൻ്റെ മുകളിൽ തെറ്റേക്കാണ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇത് ഓണായിട്ടാണുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ ഓണായത് കാണാൻ സാധിക്കും. ഇനി ഞാൻ ബാക്ക് അടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്ക്രീനിൻ്റെ സൈഡിലായിട്ട് ഒരു ഐക്കൺ കാണാൻ സാധിക്കും, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇംഗ്ലീഷിലുള്ള എന്ത് വേണമെന്നുണ്ടെങ്കിലും ആ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. നമുക്ക് മലയാളത്തിലേക്ക് വേഗത്തിൽ തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ ജിമെയിലുള്ള ഒരു മെസ്സേജ് എടുക്കുകയാണ്. ഞാനിപ്പോൾ എൻ്റെ ജിമെയിലുള്ളൊരു മെസ്സേജ് എടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഇത് ഫുൾ ഇംഗ്ലീഷാണ്. ഞാൻ എന്ത് ചെയ്യുക, നമ്മുടെ സൈഡിലായിട്ടുള്ള ആ ഐക്കണിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇപ്പോൾ ഞാൻ സൈഡിലുള്ള ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താണ്. അപ്പോൾ നിങ്ങളിവിടെ കാണാൻ സാധിക്കും ആ ഇംഗ്ലീഷിലുള്ളതൊക്കെ കൃത്യമായിട്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ആയത് നിങ്ങളിവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് ഇംഗ്ലീഷിലുള്ള എന്ത് വേണമെങ്കിലും ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ആ സൈഡിലുള്ള ഐക്കൺ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ വീണ്ടും ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ നേരത്തെ നമ്മൾ ഓൺ ചെയ്ത് വെച്ചത് ഓഫ് ചെയ്യുക. നമുക്ക് ആവശ്യം വരുമ്പോൾ വീണ്ടും അത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തുകൊണ്ട് അത് ഓൺ ചെയ്താൽ മതി. ഇനി അങ്ങനെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമെന്ന് കാണിച്ചു തരാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ എന്ത് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും, സബ്സ്ക്രൈബ് ചാനൽ കാണാൻ സാധിക്കും. ഫസ്റ്റത്തിനായിട്ട് ഷോപ്പ് കാണുന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ നമ്മുടെ ചാനലിലേക്കാണ് പോകുക. നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഒന്നും തന്നെ ചെയ്യേണ്ട. അതിനുശേഷം നേരെ ബാക്ക് അടിക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ വീണ്ടും ആ പേജിലേക്ക് വരുന്നതാണ്. അപ്പോൾ അടിയിലെ ടിക്കറ്റ് യുവർ ലിങ്ക് എന്നാണ് സാധ്യം. അതിനുശേഷം ഗോ ടു യുവർ ലിങ്ക് എന്നാണ് സാധ്യം, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഇൻ്റർഫേസിലേക്കാണ് പോവുക. ഇവിടെ നിന്ന് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വീഡിയോ നിങ്ങൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു അടിപൊളി വീഡിയോ എടുത്തിട്ട്